ഹായ് ഓൾ വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷൻ ഒക്കെ ആണല്ലേ? ഇനി അടുത്ത കേട്ടറ്റ് എക്സാമിന് അധികം താമസവും ഇല്ല. അപ്പൊ വെക്കേഷൻ ആവട്ടെ, പഠിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും കുറെ പേര് എങ്കിലും. അപ്പൊ വെക്കേഷന്റെ സമയത്ത് നമുക്ക് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുവാണ് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഇത്തവണ ഡിസ്കസ് ചെയ്യാം. കേഡറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന്റെ ഒരു വെക്കേഷൻ സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഏതൊക്കെ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം എന്നെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം. സിലബസിന്റെ അകത്ത് നമുക്ക് അറിയാമല്ലോ 80 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി ഉണ്ടാവുക. 80 ക്വസ്റ്റ്യൻ ആണ് മാത്സിന് വേണ്ടി ഉണ്ടാവുക. ആ 80 ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് 80 ക്വസ്റ്റ്യൻ്റെ അകത്ത് 50 ക്വസ്റ്റ്യൻ മാത്സും അതുപോലെ തന്നെ 30 ക്വസ്റ്റ്യൻ പെഡഗോഗി ആയിരിക്കും ഉണ്ടാവുക. ആ മാത്സിന്റെ അകത്തുള്ള ആ 50 ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്നത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അരിത്മെറ്റിക് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ആ അരിത്മെറ്റിക് എന്ന് പറയുന്നതിന്റെ അകത്ത് നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടി ഉണ്ട്. റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ അതിനെ ആഡ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ചെറിയ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. അതുപോലെ തന്നെയാണ് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നതിന്റെ അകത്ത് അരിത്മെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ അകത്ത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഓൾമോസ്റ്റ് ഒരു 95% ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആയിരിക്കും AP എന്ന് പറയുന്നത് GPനെക്കാളും. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സാം ഇടുന്നവർ കണ്ടക്ട് ചെയ്യുന്നവർക്കും GPയെക്കാളും കുറച്ചുകൂടി ഇഷ്ടം AP തന്നെയാണ്. അപ്പൊ APക്കാണ് അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് GPനെ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതും പഠിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ എല്ലാം തന്നെ പഠിക്കണം. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ അരിത്മെറ്റിക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറഞ്ഞത് ഒരു 5 മാർക്കെങ്കിലും, ഏറ്റവും മിനിമം മാർക്കാണ് പറയുന്നത്, ഒരു 5 മാർക്കെങ്കിലും കുറഞ്ഞത് ആ ഏരിയയിൽ നിന്ന് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അതിലത് റിയൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ അത് മോഡുലസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, അതായത് ലാർജസ്റ്റ്, ഗ്രേറ്റസ്റ്റ്, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എഴുതുക, അങ്ങനെയുള്ള ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ സീക്വൻസസ് ആൻഡ് സീരീസിന്റെ അകത്ത് ഒരു സീരീസ് വരിക അല്ലെങ്കിൽ സീക്വൻസ് വരിക, ആ ടൈപ്പിലുള്ള പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ APയിൽ നിന്നുള്ളതും GPയിൽ നിന്നുള്ളതും പ്രതീക്ഷിക്കാം. എന്തൊക്കെയായാലും ഈ ഏരിയ നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് വിട്ടുകളയേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് ഉറപ്പായിട്ട് മാർക്കും കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണത് അല്ലേ. അടുത്തത് വരുന്നതാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓൾജിബ്രയുടെ അകത്ത് വരുന്നത് ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പോളിനോമിയൽസ്, ബൈനോമിയൽ തിയറം. അതിന്റെ അകത്ത് ലീനിയർ ഇക്വേഷൻസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ക്വാഡ്രാറ്റിക് ഫോർമുല അറിയെങ്കിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്നത് എഴുതാൻ പറ്റും. പിന്നെ വരുന്നത് പോളിനോമിയൽസ്. പോളിനോമിയൽസിന്റെ അകത്താണെങ്കിൽ ഡിഗ്രി ഫാക്ടർ തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ അകത്ത് റിമൈൻഡർ തിയറം വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പോളിനോമിയൽസിൽ നിന്ന് വരുന്ന ചിലപ്പോൾ P(x) കണ്ടുപിടിക്കുക, P(1) കണ്ടുപിടിക്കുക, P(1/2) കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. ഈ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പോളിനോമിയൽസ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനും കൂടുതലും വരുന്നത്. പിന്നെ വരുന്നതാണ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം കുറച്ച് ടഫ് ആണെങ്കിൽ പോലും അതിൽ വല്ലപ്പോഴും മാത്രമാണ് ഈ ബൈനോമിയൽസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളൂ. പിന്നെ വരുന്നത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരും. അപ്പം അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏജ് പ്രോബ്ലംസ്, അതൊക്കെ എന്ന് പറയുന്നത് ഈ ലീനിയർ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ജനറൽ PSC ഒക്കെ ചോദിക്കുന്ന കുറച്ച് ആ ടൈപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഈ ഏരിയയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഇതെന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി ആണ്. ഇവിടെ തൊട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്കും വരുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും കൂടുന്നത്. ട്രിഗ്നോമെട്രി ആ ഓൾജിബ്രയിൽ നിന്നും ഏകദേശം ഒരു 5 മാർക്കെങ്കിലും കുറഞ്ഞത് ആ ഒരു ഏരിയയിൽ ഫുൾ കുറഞ്ഞത് മിനിമം മാർക്കാണ് പറയുന്നത് കേട്ടോ. മിനിമം ഒരു 5 മാർക്കെങ്കിലും അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ട്രിഗ്നോമെട്രിയിൽ നിന്ന് വരുന്നത് സിമിലർ ട്രയാങ്കിൾസ് ഉണ്ട്, പിന്നെ ട്രിഗ്നോമെട്രിക് മെഷേഴ്സ്, ചിലപ്പോൾ ആപ്ലിക്കേഷൻസ്. അപ്പം ട്രിഗ്നോമെട്രിന്റെ അകത്ത് ട്രിഗ്നോമെട്രിക് മെഷേഴ്സും ആപ്ലിക്കേഷൻസും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. ഈ സിമിലർ ട്രയാങ്കിൾസിലാണ് പ്രശ്നം കിടക്കുന്നത്. അതിന്റെ അകത്തു നിന്ന് നമുക്ക് പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് പല ഏരിയയെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറംസ്, പ്രൂഫ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ടും സിമിലർ ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ടും അല്ലാതെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്, വളരെ ഇമ്പോർട്ടന്റും ആണ്, നമ്മുടെ സമയം കളയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആണ്. ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയയാണ് ട്രിഗ്നോമെട്രി. അടുത്ത് വരുന്നതാണ് ജോമെട്രി. ജോമെട്രിന്റെ അകത്ത് സർക്കിൾസ് ഉണ്ട്, സോളിഡ്സ്, കോർഡിനേറ്റ്സ്, അതുപോലെ കോണിക് സെക്ഷൻ, ഗ്രാഫ് ഓഫ് എലിമെന്ററി ഫംഗ്ഷൻസ്.
അപ്പൊ അതിന്റെ അകത്ത് സർക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പ്രോപ്പർട്ടിയും പഠിക്കണം. അതുപോലെ തന്നെ സർക്കിളിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സർക്കിളിന്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സെക്ടേഴ്സ്, ആർക്സ് ഇതെല്ലാം പഠിക്കണം അല്ലെ. നെക്സ്റ്റ് വൺ ആണ് സോളിഡ്സ്. സോളിഡ്സിന്റെ അകത്ത് എല്ലാത്തിന്റെയും വോളിയം, സർഫസ് ഏരിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ടേബിൾ പോലെ എഴുതി പഠിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. കോർഡിനേറ്റ് ജോമെട്രി ഇതുപോലെ തന്നെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. കോർഡിനേറ്റ് ജോമെട്രി 3 ക്വസ്റ്റ്യൻ എങ്കിലും കുറഞ്ഞത് ഇതിൽ നിന്ന് വരും. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആ അത്ലറ്റിക് എന്ന് പറയുന്ന ആ ഏരിയയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഷുവർ ആയിട്ടും മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് ജോമെട്രി, കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഉള്ളിലുള്ള എല്ലാ ഇക്വേഷൻസും ചെയ്ത് പഠിക്കുക. ഓരോരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ തറാവുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് പഠിക്കേണ്ടി വരും. പിന്നെ കോണിസെക്ഷൻ ആണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും കോണിസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അകത്തും ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതും ഒരു ടേബിൾ പോലെ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എന്തായിരിക്കും ഈസി ആയിട്ട് മാറാൻ പറ്റും. ഗ്രാഫ് ഓഫ് എലിമെന്ററി ഫംഗ്ഷൻസ്, അതായത് പോളിനോമിയൽസിന്റെ, അബ്സല്യൂട്ട് വാല്യൂസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഒക്കെ കുറെ ഗ്രാഫ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും നമ്മൾ കവർ ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ അതുകൂടി അങ്ങ് പഠിക്കാം. എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നമുക്ക് മിസ് ചെയ്യണ്ടല്ലോ. അങ്ങനെയുള്ള രീതിയിൽ പഠിക്കാം. പിന്നെ ഇതിന്റെ അകത്ത് ടഫായിട്ട് വരുന്നത് സർക്കിൾസും ഈ സിമിലർ ട്രയാങ്കിൾസും ആണ്. ഈ രണ്ട് ഏരിയയിൽ ട്രിഗ്നോമെട്രി, ജോമെട്രി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ഒരു 20 മാർക്ക്, 20-25 മാർക്കെങ്കിലും കുറഞ്ഞത് ചോദിക്കും. അതെല്ലാം ക്വസ്റ്റ്യന്റെ ഏകദേശം ഭൂരിഭാഗവും നമ്മുടെ മാത്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ഭൂരിഭാഗവും ഈ ട്രിഗ്നോമെട്രി, ജോമെട്രി ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ആ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സമയം കളയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ചോദിക്കുന്ന ഒരു 70% ക്വസ്റ്റ്യനും നമ്മുടെ സമയം ഒരുപാട് കളയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടി വരും? പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അടുത്ത വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും ആണ്. ചിലപ്പോൾ സ്റ്റാറ്റിയും പ്രോബബിലിറ്റി രണ്ടും കൂടി കൂടിയിട്ട് 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ഒക്കെയാണ് മാക്സിമം ചോദിക്കാറുള്ളൂ. ചിലപ്പോൾ സ്റ്റാറ്റി മാത്രമായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ പ്രോബബിലിറ്റി മാത്രമായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ രണ്ടും കൂടി ചോദിക്കും. അത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റാറ്റിയിലാണെങ്കിലും പ്രോബബിലിറ്റിയിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കണ്ട. ഇപ്പോൾ സ്റ്റാറ്റിയിലെ മീൻ, മീഡിയൻ, മോഡ്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, അങ്ങനെ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അതിന്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്ന പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിന്റെ അകത്ത് ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് പെഡഗോഗിയാണ്. പെഡഗോഗിയിലകത്ത് ഒരുപാട് കോണ്ടന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെഡഗോഗി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ മാത്സ് ചെയ്യുന്നത് പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് നോക്കേണ്ട കാര്യം പെഡഗോഗിക്ക് വരുന്നില്ല. പെഡഗോഗിയുടെ അകത്ത് എന്താണ്, നമ്മുടെ കോണ്ടന്റ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണോ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് പെഡഗോഗിയുടെ കാര്യം. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു 2 months ആണല്ലോ നമുക്കുള്ളത് വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്ലറ്റിക് എന്ന് പറയുന്ന ഏരിയക്ക് ഒരു 10 ദിവസം തന്നെ ധാരാളമാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഏരിയ, അറിയാവുന്ന ഏരിയ, ഇപ്പൊ പഠിക്കാനും ഇൻട്രസ്റ്റ് ആയിരിക്കും, എല്ലാവരും പഠിക്കുകയും ചെയ്തോളും. ഇപ്പൊ 10 ദിവസം കൊണ്ട് തന്നെ ആ ഏരിയാസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ ഓൾജിബ്രയും ഇതുപോലെ തന്നെയാണ്. അത്ലറ്റിക്കിന്റെ പോലെ തന്നെ നമ്മളെ ബോറടിപ്പിക്കുന്ന ഒരു ഏരിയ അല്ല ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ അതിലും അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്ത് തന്നെ പഠിക്കാൻ സാധിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. NCERT, SCERT ടെസ്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. അടുത്ത വരുന്നതാണ് ട്രിഗ്നോമെട്രി, ജോമെട്രി. ഇവർക്ക് 3 പേർക്കും കൂടി ഏകദേശം 1 മാസം തന്നെ കൊടുത്തിരിക്കുവാണ്. 30 ദിവസം തന്നെ വേണ്ടി വരും കുറഞ്ഞത്. കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണത്. ഒരുപാട് പ്രോബ്ലംസ് ചെയ്യണം. കാരണം ഒരു പ്രോബ്ലം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അടുത്ത പ്രോബ്ലം ചെയ്യുന്നത്. വളരെ ഡിഫറെന്റ് ഉണ്ടായിരിക്കും. നല്ല എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടരുതല്ലോ. അപ്പൊ പല പല ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റുള്ളൂ. എക്സാം ആവാറാകുമ്പോഴേക്കും നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് അറിയണമല്ലോ എക്സാമിന് എഴുതണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അടുത്ത് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന 5 ദിവസം തന്നെ ധാരാളമാണ്. സ്റ്റാറ്റി മാത്രമല്ല പ്രോബബിലിറ്റി കൂടി ഉണ്ട് കേട്ടോ. സ്റ്റാറ്റി പ്രോബബിലിറ്റിയും കൂടിയിട്ട് 5 ദിവസം തന്നെ ധാരാളമാണ്. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് ഇപ്പൊ സ്റ്റാറ്റിഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ടേബിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഫ്രീക്വൻസി ടേബിൾ വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ടൈം തന്നെ ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് അധികം പോവേണ്ടി വരാറില്ല. സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാറ്റി പ്രോബബിലിറ്റി ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പെഡഗോഗി അതുപോലെ തന്നെ 5 ദിവസമൊക്കെ തന്നെ ധാരാളം. ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ, മാത്സ് പഠിച്ച് ബോറടിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു പെഡഗോഗിയും കൂടി ഇടയ്ക്ക് പഠിക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്തമാറ്റീഷ്യൻസിന്റെ ഒക്കെ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. എല്ലാവരെ കുറിച്ചും അവർ പറഞ്ഞ കോഡ്സ് അങ്ങനെയുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ ഈ 60 ദിവസം 2 മാസമാണ് നമുക്ക് വെക്കേഷൻ ഉള്ള. ആ വെക്കേഷൻ ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം.
എന്നിരുന്നാൽ മാത്രമാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ആ എക്സാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊന്ന് കടന്നു കിട്ടാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണമല്ലോ അടുത്ത LPUP ഇപ്പൊ തന്നെ വിളിക്കും, ഒരെണ്ണം വിളിച്ച് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലേ വിളിക്കുള്ളൂ എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ഇപ്പൊ തൊട്ട് തന്നെ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒരു മുന്നോടിയായിട്ട് നമുക്ക് കേട്ടിട്ട് എഴുതിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങണം. ഇപ്പോഴേ തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഈ PSC എക്സാംസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നന്നായി തന്നെ പഠിച്ച് നന്നായി തന്നെ ഒരു തുടക്കം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.